കോട്ടയം ഭാഗങ്ങളിൽ സാധാരണ സദ്യക്ക് കിട്ടുന്ന ഒരു മധുരക്കറി ഉണ്ട്. ഏത്തപ്പഴവും പൈനാപ്പിളും ഒക്കെ ചേർത്ത് തേങ്ങ വറുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഇതിന്റെ രുചി നമ്മൾ കഴിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ് കേട്ടോ. മധുരക്കറി റെഡിയാക്കി എടുക്കാൻ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് ഒരു 300 ഗ്രാമോളം പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അരഞ്ഞു പോവണ്ട, ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. പൈനാപ്പിളിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കണം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണിനടുത്ത് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് നേരത്തോളം തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി അതിലേക്കൊരു 100 ഗ്രാം ശർക്കര പാനിയാക്കിയ ശേഷം അതുകൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ കുറുക്കി വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു സ്പെഷ്യൽ വറവ് തയ്യാറാക്കണം. 2 സ്പൂൺ നെയ്യിൽ ആദ്യം തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള നെയ്യിലേക്ക് 2 കൈപ്പിടി അളവിന് തേങ്ങ, ഏതാണ്ട് ഒരു 1/2 കപ്പിനടുത്ത് കാണുമേ. ഇതുപോലെ ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. നമ്മൾ ഈ കൂട്ടുകറിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ടങ്ങ് ബ്രൗൺ കളറായി പോവണ്ട. അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പൊട്ടിച്ച ശേഷം ഉണക്കമുളകും കറിവേപ്പില കൂടെ ചേർത്ത് മൂപ്പിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർക്കാം. ചൂടൊന്ന് ആറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മുന്തിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മധുരക്കറി റെഡിയാണ്. ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.